ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മളിന്ന് ഹോട്ടലിലാണ് കേട്ടോ ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക. കാരണം എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല. കാരണം നമ്മുടെ ഡോഗുകൾ പല സ്ഥലത്താണ് കിടക്കുന്നത്. ഒരാൾ ഒന്നും നമ്മുടെ പരിസരത്തല്ല, ഒരാൾ 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അടുത്ത ആളായി 3, 4, 10 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ എല്ലായിടത്തും പോയി ഭക്ഷണം കൊടുത്ത് വരുമ്പോൾ എനിക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാനോ റെഗുലറായിട്ട് ഇതൊന്നും എഡിറ്റ് ചെയ്തിടാനോ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹോം പേജിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അതപ്പോൾ തന്നെ കണ്ടാൽ എനിക്ക് ഉപകാരമായിരിക്കും. നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ വരുമാന കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറ് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ലാബ് കുഞ്ഞിനുള്ള ചോറ് മുട്ട പുഴുങ്ങിയത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിക്കാറ്. നമ്മൾ 2-3 പൊതി ചോറൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് ലാബിന് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മുട്ട പുഴുങ്ങിയത് കഴിഞ്ഞ ദിവസം മുട്ടയില്ലാത്ത കാരണം കൊണ്ട് കുഞ്ഞ് ഭയങ്കര പരിഭവമൊക്കെ കാണിച്ചു കേട്ടോ എൻ്റെ അടുത്ത്. നോക്കിയപ്പോൾ മുട്ടയില്ല, വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടായി അവൾക്ക്. അപ്പോൾ അവൾക്ക് ആദ്യം ഞാൻ ചോറ് ഫസ്റ്റ് മീൻചാറ് ഒഴിച്ച് മുട്ട പുഴുങ്ങി പൊടിച്ച് ചേർത്ത് ഞാൻ മാറ്റിയെടുക്കാറുണ്ട്. നമുക്ക് 2-3 പൊതി നമ്മൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ അതനുസരിച്ച് ഡോഗ് ഫുഡും കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാം പൊടിച്ച് ചേർത്ത് ചാറൊഴിച്ച് കുഴച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശോശുവിൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. ശോശുവിന് നിൽക്കുന്ന പരിസരത്ത് കുറച്ച് മാറിയിട്ടാണ് ലാബ് കുഞ്ഞുള്ളത്. ഇവിടെയാണ് നമ്മുടെ ശോശു കിടക്കുന്നതൊക്കെ. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫിനാൻസ് ഉണ്ട്, അവരെന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ചോറ് കൊടുത്ത് 2 കണ്ണും പീള കെട്ടി പഴുത്തിരിക്കുകയാണ് കുഞ്ഞിൻ്റെ. മരുന്ന് ഒഴിക്കാൻ ആ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ മരുന്നെടുത്തതിൻ്റെ പേരിൽ അവളെ റോട്ടിലേക്ക് മാറി ചാടി ഇറങ്ങിയതാണ് കാണുന്നത്. ഞാൻ ഡോഗ് ഫുഡ് കൊടുത്തതിന് അത് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മാറാൻ നോക്കിയിരിക്കണം. അപ്പോൾ അതിന് പകരം ഈ കണ്ണിൽ ഒഴിക്കുന്ന മരുന്നിന് പകരം ഡോക്ടർ ഒരു മെഡിസിൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. പിന്നെ കുഞ്ഞിനെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഒരു നിർത്തി ചെയ്യാനുള്ളൊരു ഇത് ഞാൻ ആലോചിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു 2 ആഴ്ച നിർത്തി കുളിപ്പിച്ച് മരുന്നെല്ലാം കൊടുത്താലാണ് നമുക്ക് റിക്കവർ ആവുള്ളൂ. പിന്നെ മരുന്ന് നമ്മൾ സിംബാരിക്ക് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ പേരുണ്ട്, 4-5 മരുന്നുകളാണ്, 600 രൂപ വെച്ചാണ്. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ അതിനൊക്കെ രീതിയിൽ സഹകരിക്കണം. പിന്നെ നമ്മുടെ ഈ കുഞ്ഞിനെ ആദ്യം ഞാൻ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവളിവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു ആദ്യമായിട്ട് കാണുമ്പം. എന്നിട്ട് എണിക്കാൻ പോലും പറ്റിയായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൈവശം പാലുണ്ടായിരുന്നു, പാലും ഡോഗ് ഫുഡെല്ലാം കൊടുത്തു. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ട ദിവസത്തെ ഉണ്ടത്, നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇരുന്ന കോലമാണ് ഇങ്ങനെ. ഇപ്പോൾ അവൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ആദ്യം അവളെ കണ്ടപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ചെറിയ കട കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ ചായക്കടയാണ്. പിന്നെ അധികം വാഹനങ്ങളില്ലാത്തൊക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്കുള്ള ചോറുണ്ട്. അവർ 2 പേരുണ്ട് കേട്ടോ, 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് നാടൻ കുഞ്ഞാണ്, ഇതാ കണ്ടോ. 2 പേരും ഭയങ്കര ഒത്തൊരുമയും സ്നേഹമുള്ളതാണ്. അപ്പോൾ ഞാൻ ചോറ് എല്ലാ ദിവസവും വാങ്ങിച്ച് അവരെ ഏൽപ്പിക്കും. അവിടെ ഒരു ചെറിയ മരത്തിൻ്റെയൊക്കെ പണി നടക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ കണ്ട അവളുടെ വ്യത്യാസം കണ്ട് ഈ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ളത് ഞങ്ങളെ കാണിച്ചത്. ഇപ്പോൾ അവൾ നല്ല ശരീരമൊക്കെ വെച്ചിട്ടുണ്ട്. അവളല്ല, കുഞ്ഞാണ്. അവൾ നല്ലവണ്ണം വ്യത്യാസം 2 പേർക്കും. പിന്നെ നാടൻ ഡോഗ് എവിടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഈ കുഞ്ഞ് തീരെ പൊക്കം കുറവായ കാരണം ആഹാരമൊക്കെ തേടി പോകാനുള്ള ഇതുണ്ട്. ഇപ്പോൾ ക്ഷീണമൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഡോഗ് ഫുഡും പെഡിഗ്രിയും അതുപോലെ എന്താ പറയുക എല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോരാറ്. ഇതൊക്കെ അവർക്കുള്ളതാണ്. നമുക്ക് ഒരു കിലോന് 220 രൂപ വെച്ചാണ് നമ്മൾ പെഡിഗ്രി, ഏറ്റവും മികച്ച ഫുഡ് തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കാറ് കേട്ടോ. അപ്പം പാല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. ഈ കുഞ്ഞ് നല്ലപോലെ പാല് കുടിക്കും. പിന്നെ അതുപോലെ തന്നെ ആദ്യം അവർക്ക് ചവയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭക്ഷണമൊക്കെ കിട്ടാതിരുന്നത് കൊണ്ട്. ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നല്ലൊരു ബെൽറ്റൊക്കെ വാങ്ങിച്ചിടിയിക്കണം അവർക്ക് 2 പേർക്കും. 2 ആളും നല്ലൊരു ഇണക്കമാണ്. ആരും അങ്ങനെ ഒരു വഴക്കോ, ഒരാൾ ഭക്ഷണം കഴിച്ച് മാറി കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾ കഴിക്കാനൊക്കെ നോക്കാറ് അവർ ചോറൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവരെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാരൊക്കെയാണ്, അവരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സ്ഥലം സേഫാണ്. പിന്നെ അവർക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അവർ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. പിന്നെ ആ സ്ഥലം അധികം വാഹനങ്ങളില്ലാത്തതാണ്, അത്യാവശ്യം കുറച്ച് വാഹനങ്ങളൊക്കെ പോകുന്നതാണ്. പിന്നെ ഇവർക്ക് കിടക്കാനായിട്ട് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സോഫ, അവിടെയാണ് അവർ കയറി കിടക്കാറ്. പിന്നെ ഇവിടെ ചേട്ടനുണ്ടാവും. പിന്നെ സൺഡേ ആരുമില്ല. സൺഡേ നമ്മൾ ആരെങ്കിലും ഭക്ഷണം അവിടെ ഏൽപ്പിച്ച് കൊടുക്കുകയും കൊണ്ട് എത്തിക്കുകയും ചെയ്യണം. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ടോപ്പിക്കൂറിൻ്റെ ഈ ഒരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലാബ് കുഞ്ഞിനുണ്ടല്ലോ പുതിയതായിട്ട് വന്നത്, അവന് കൊടുക്കാൻ. പിന്നെ നമ്മൾ 1 കിലോ 220 രൂപയാണ് നമ്മൾ ഡോഗ് ഫുഡ്. ഇതെല്ലാം ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് കുഞ്ഞുങ്ങളെ നിർത്തിയേക്കുന്ന അവർക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഒരു നേരം കൊടുക്കുന്നത്, അപ്പോൾ അവിടെയുള്ള ആരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോരാറ്. വീണ്ടും തിരിച്ച് നമ്മൾ ശോഷിച്ച് നിൽക്കുന്ന സ്ഥലം നമ്മുടെ ലാബ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പം അവൾക്ക് ഞാൻ ആദ്യം വെള്ളം ദാഹിച്ചിട്ടിരിക്കുകയായിരുന്നു. അവളിപ്പോൾ കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പോഴാണ് ഒന്ന് മാറി തുടങ്ങിയത്. ഒത്തിരി പേര് കുഞ്ഞിനെ അന്വേഷിച്ച് വിളിച്ചായിരുന്നു. പക്ഷെ നമുക്ക് ജെന്യുവിനായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കണം എന്നാണ് ആഗ്രഹം. അപ്പം
നമ്മുടെ പരിസരത്ത് തന്നെ ഇവളുള്ള പരിസരത്ത് 2-3 കിലോമീറ്റർ മാറി ഒരു ഫാമിലി ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ വന്ധീകരിച്ച് കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണ്. പാവം എന്നോടുള്ള സ്നേഹം കണ്ടോ എൻ്റെ. ഇവിടെ ഒരു ചെറിയ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന പുകയില്ലാത്ത അടുപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അവിടെ ചെറിയ മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റണം. കാരണം ഈ മണ്ണിലിങ്ങനെ കിടന്നുകൊണ്ട് ഒക്കെ ചെളി വരാനുണ്ട്. ഞാൻ തുണി വിരിച്ച് കൊടുത്തിരുന്നു. എങ്കിലും ആ തുണി അവൾ മാറ്റിയിട്ട് തണവുണ്ട്, ആ തണവിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാവം നന്നായിട്ട് സ്നേഹിച്ച് ആരും വളർത്തിയൊരു കുഞ്ഞാണ്. അപ്പം പെട്ടെന്ന് തന്നെ തെരുവിലേക്ക് വന്നപ്പോൾ മറ്റുള്ളവരെ ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ആകെ ഭയമായതുകൊണ്ട് അവൾ ഇപ്പോഴും അവിടെ തന്നെ ഒന്ന് ഇപ്പോഴാണ് 1-2 ആഴ്ചകൾക്ക് ശേഷം അതിൻ്റെ അകത്തുനിന്ന് അവളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കും. ഇപ്പോഴും പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. കണ്ടോ, ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞാണ്. അപ്പോൾ ഡോഗ് ഫുഡ് വാങ്ങിച്ച് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 നേരം ഡോഗ് ഫുഡും ഉച്ചയ്ക്ക് ചോറാണ് കൊടുക്കുന്നത്. ചോറ് നല്ലപോലെ തന്നെ നമ്മൾ മുട്ടയോ അല്ലെങ്കിൽ മീനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകുന്നവരെ നല്ലൊരു ആരോഗ്യമൊക്കെ കിട്ടണം. പിന്നെ ന്യൂട്രിച്ച് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരെ ലാബ് കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെ മേലെല്ലാം ചൊറിഞ്ഞ് പൊട്ടി ചൊറി പോലെയാണ്. ഇപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ മെഡിസിനൊക്കെ കൊടുത്ത് കണ്ട അന്ന് തന്നെ നമ്മൾ മെഡിസിനും ഭക്ഷണം മരുന്നും എല്ലാം അവന് ഏർപ്പാടാക്കിയിട്ട് പോകുന്നത്. അവനോട് താമസമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഇവന് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കണം. അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നിൽക്കാം, ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൈകളിൽ വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവിടെ തന്നെ നിർത്താറാണ് പതിവ്. ഇവനും അങ്ങനെയാണ്. വീട് കിട്ടുവാണെങ്കിൽ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവനുള്ള മെഡിസിനും എല്ലാം നമ്മളവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അവന് നമ്മൾ കാണുമ്പോൾ തീരെ അവശ്യ നിലയിൽ റോഡിൻ്റെ അരികിൽ കിടക്കുകയെന്ന് കേട്ടോ. കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ വണ്ടി നിർത്തിയപ്പോൾ നമ്മൾ ഒരു ഡോഗാണെന്ന് നമുക്ക് മനസ്സിൽ ചത്ത പോലെ അവൻ കിടക്കുമായിരുന്നു. എനിക്ക് ആ രംഗം എപ്പോഴും നമുക്ക് എന്താ പറയുക, ഓർക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ദയനീയമായിരുന്നു കേട്ടോ. അന്ന് തന്നെ ഞാൻ ഭക്ഷണവും മരുന്നും എല്ലാം കൊടുത്ത് എൻ്റെ കൺമുമ്പിൽ കണ്ടത് ഭാഗ്യം. ഇപ്പോൾ കുഞ്ഞ് റിക്കവറായിട്ടിരിക്കുന്നു. അവനും ഇതുപോലെ തന്നെ നമ്മൾ 2 നേരം ഡോഗ് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഉച്ചയ്ക്ക് ചോറ് ഞാൻ എത്തിക്കുന്നുണ്ട്. മിടുക്കനായിട്ടിരിക്കുന്നു. കണ്ടോ, ഡോഗ് ഫുഡ് എല്ലാവർക്കും ഞാൻ ഏൽപ്പിച്ചിട്ട് പോരാറ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ നമ്മളുടെ ഇതിൽ പങ്കുചേരാം. നിങ്ങളും നമ്മുടെ ഈ നന്മയിൽ പങ്കുചേരാം. എല്ലാവരും സഹകരിക്കുക. നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും.